എടാ കഴിഞ്ഞടാ. ഞാൻ എന്റെ വണ്ടിയിൽ സാധാരണ ആരും ഡ്രൈവിംഗ് പഠിപ്പിക്കില്ല. ഞാൻ എണ്ണ അടിച്ചെന്നില്ലടാ. എണ്ണ അടിച്ചുകൊണ്ട് മാത്രം വണ്ടി മുമ്പോട്ട് പോവില്ല. പിന്നെ വണ്ടിക്ക് പൊറോട്ടയും ബീഫും കൂടി വാങ്ങിച്ചു കൊടുക്കേണ്ടി. വർഷോപ്പാറിന് കൊടുക്കേണ്ട പൈസ വേറെ കാണണം. നിന്നെ പോലത്തെ പൊട്ടനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചാലേ എന്റെ വണ്ടിയുടെ അവസ്ഥ നീ പഠിച്ചു കഴിയുമ്പോൾ കെട്ടോളാണ് എന്റെ മാലാക സിനിമയിലെ നായിക്കൊരവസ്ഥയാവും. ഡ്രൈവിംഗ് സ്കൂൾ ഓഞ്ഞ വണ്ടിയല്ല ഇത്. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ശരിയാവുന്നില്ലടാ. എനിക്ക് ഈ ക്ലച്ചും ആക്സിലേറ്ററും തമ്മിലുള്ള ബന്ധം അങ്ങോട്ട് ശരിയാവുന്നില്ല. എടാ ഈ ക്ലച്ച് എന്ന് പറയുന്നത് ഭർത്താവും ആക്സിലേറ്റർ എന്ന് പറയുന്നത് ഭാര്യയാണ്. ഇതിന്റെ ഇടയിൽ ബ്രേക്ക് എന്ന് പറയുന്നത് വേറെ എത്തുന്നുണ്ട്, ജാരം. പക്ഷെ ഇതൊന്നും ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിച്ചിരുന്നില്ലോടാ. ലൈസൻസ് എടുക്കാനുള്ളൊരു പാടേ. എടാ ലൈസൻസ് എടുക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പോകണമെന്നില്ല, നമുക്ക് എന്റെ എടുക്കാം. ഞാൻ ഒറ്റക്കല്ല എടുത്തിന്. അതെങ്ങനെ? നേരെ പോയി എച്ചെടുത്ത് നോക്കുമ്പോ കാർട്ടിയോ ഞെട്ടിപ്പോയി. എന്റെ പുറത്ത് കെട്ടി പഹയാ ജി വല്ലാത്തൊരു എച്ചെടുപ്പ് തന്നെ. ഇക്കടക്ക് നീ ട്രെയിൻ കൊണ്ടൊരു എച്ചെടുക്കല്ലോ. അപ്പൊ തന്നെ ലൈസൻസ് എടുത്ത് കൈമ തന്നു. അപ്പൊ തന്നെ അല്ല, അടുത്ത് 2 ദിവസം കഴിഞ്ഞു. സം ഓഫ് ദി ഒഫീഷ്യൽ പ്രൊസീജിയർ. അവളെന്നെ വീട്ടിൽ ഇരുത്തി പൊറപ്പിക്കുന്നില്ല, കാർ വാങ്ങണം പറഞ്ഞു. ഈ ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാടാ? എടാ കാറ് മണിക്ക് ലൈസൻസ് ഒന്നും വേണമെന്നില്ല. പിന്നെ കാർ വാങ്ങിച്ചിട്ട് വീടിന് മുറ്റത്തിടാനാ? ഡ്രൈവർ വെച്ചാൽ പോരെ. എന്നിട്ടാണ് അവള് അവന്റെ കൂടെ പോവാൻ. എനിക്ക് എന്റെ ഭാര്യ നല്ല വിശ്വാസം ഉണ്ടല്ലോ. എടാ അതല്ലടാ, പിന്നെ ഡ്രൈവറെ വെച്ചാൽ അവള് ഡ്രൈവറും കൂട്ടില്ല പുറത്തു പോകും, എന്നെ കൂട്ടത്തില്ലല്ലോ. കുറച്ചാളെ ഞാൻ ഡ്രൈവർ ആയിട്ടൊന്നുമല്ലോ. നീ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തന്നെ. ഓക്കെ കേറിയ ഉടനെ സീറ്റ് ബെൽറ്റ് ഇടണം, അതൊരിക്കലും മറക്കരുത്. ഇടുന്നുണ്ടോ ഊരുന്നുണ്ടോ നോക്കിട്ട് മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അങ്ങേരെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അങ്ങേർക്ക് പിടിച്ചെടുക്കുന്ന കാശൊന്നും ആവശ്യമില്ല. പിന്നെ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞത്. ഞാൻ തെറ്റിദ്ധരിച്ചു. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കണം. നീ എന്തെങ്കിലും ചെയ്യും. അതല്ല ഞാൻ ആലോചിക്കുന്നു, ഈ ദൈവങ്ങളിൽ എത്ര കഴിയില്ലവര്. അവര് വാഹനങ്ങളായിട്ട് പക്ഷിയും മൃഗവും, ഈ ഒരു സെറ്റപ്പ് അവർക്ക് എന്ത് തോന്നാഞ്ഞു? അന്ന് പെട്രോൾ ഇല്ലല്ലോടാ. നമ്മൾ ആദ്യം എന്താ വെച്ചാൽ വണ്ടി പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി അധികം കരയിപ്പിക്കരുത്. പതുക്കെ ക്ലച്ച് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് മെല്ലെ ഫസ്റ്റ് ഗിയറിലിട്ട് മെല്ലെ മെല്ലെ